ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. ജൂൺ 1 മുതൽ ഷൊർണൂർ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ തീരുമാനമായി. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. 1 മാസം ട്രയൽ റൺ എന്ന രീതിയിലാണ് ബസ്സുകൾ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി സർവീസ് നടത്തുക. ഇത് നമ്മുടെ ഇവിടെ തന്നെ 3 ആർടിഒ, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, ഈ 3 ആർടിഒ ഓഫീസുകളിൽ നിന്ന് സമയക്രമം നൽകുന്ന വണ്ടിയാണ്. അവിടുത്തെ സമയക്രമം അനുസരിച്ച് ഈ 3 സ്ഥലങ്ങളൊന്നും സമയക്രമം, അതായത് ടൈമിംഗ് കൗണ്ടർ നേരത്തെ പറഞ്ഞ പോലെ വലിയ ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ നടത്തി സമയക്രമം നിശ്ചയിച്ച് നൽകുന്ന ബസ്സുകളാണ് ഈ വഴിക്കൂടെ ഉള്ളത്. അപ്പൊ അത് നമ്മുടെ ഈ ഒരു ബെറ്റിൽ മാത്രമായിട്ട് ഒരു സ്റ്റാൻഡിന് വേണ്ടിയിട്ട് അവിടെ സമയക്രമം മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ സ്ഥാനത്ത്. അപ്പൊ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത്, മുൻപ് ഏകദേശം ബസ് കയറിയുന്ന സമയത്ത് ഏതോ 2 മിനിറ്റിന്റെ സമയം നേരത്തെ അഡ്വാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരു ധാരണയാക്കിയിരുന്നു എന്ന് ഒരു അറിവ് കിട്ടിയില്ല. കൃത്യമായിട്ട് എനിക്കറിയില്ല. മുൻപ് ബസ് സർവീസ് നടത്താൻ വേണ്ടി 2 മിനിറ്റിന്റെ സമയം ധാരണയിൽ എത്തിയിട്ടാണ് നേരത്തെ സർവീസ് നടത്തിയിരുന്നൊരു അറിവുണ്ട്. അതിന്റെ സംഘത്തിൽ എന്താണെന്ന് നോക്കണം. അപ്പൊ 2 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ബസ്സുകൾ കയറാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നു. ഈ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക്, അതായത് ഷൊർണൂർ ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്കാണ് ഒരു ഡൈവേഷൻ എടുക്കേണ്ടി വരുന്നത്. അത് ഞാൻ നോക്കിയത് ശേഷം 600 മീറ്ററാണ് ആ ഡൈവേഷൻ മൊത്തത്തിലായിട്ട് കാണുന്നത്. ആ 600 മീറ്ററുള്ള ഒരു സമയം ആണ് അവർക്ക് അധികമായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ബൈപ്പാസ്, അത് വന്നാൽ ഏറ്റവും ഒരു ബൈപ്പാസ് ചെയ്ത് നമുക്ക് പണ്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒന്നുകൂടെ ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. യാത്രക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യം ചില യോഗത്തിൽ നടപ്പിലാകുമെങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലാവുകയാണ് പതിവ്. ഇത്തവണ ജൂൺ 2 മുതൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുമെന്നാണ് യോഗത്തിൽ തീരുമാനിച്ചത്. അതേസമയം തൃശൂർ ഒറ്റപ്പാലം ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ല. ഗുരുവായൂർ ഭാഗത്തുനിന്നും പട്ടാമ്പി ഭാഗത്തുനിന്നും വരുന്ന ബസ്സുകൾ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറിയാകും പാലക്കാട്ടേക്കും ഷൊർണൂരിലേക്കും യാത്ര തുടരുക. പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറിയാകും സർവീസ് നടത്തുക. അതേസമയം തൃശൂരിൽ നിന്നും ഷൊർണൂർ വഴി ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ജൂൺ 5 വരെ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതിനാൽ ഈ ബസ്സുകൾ മാത്രം കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറില്ല. കുളപ്പുള്ളി നോബൽ ഹോട്ടലിന് മുന്നിലെയും മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പും ജൂൺ 1 മുതൽ ഒഴിവാക്കും. ഒപ്പം തന്നെ കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറുന്നതിന്റെ പശ്ചാത്തലത്തിൽ 2 മിനിറ്റ് അധിക സമയം ബസ്സുകൾക്ക് അനുവദിക്കും. ബസ് കയറുന്ന ഭാഗത്ത് കോൺക്രീറ്റുകളുടെ ഉയരങ്ങളും പരിശോധിക്കും. കണയത്തേക്ക് തിരിയുന്ന ഭാഗത്തേക്കുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും സ്റ്റോപ്പ് അനുവദിക്കാത്ത ഒരു ഭാഗത്തും നിർത്തി ആളെ കയറ്റരുത് എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭാ അധ്യക്ഷ പി നിർമ്മല, ഉപാധ്യക്ഷൻ AK അനുരാജ്, നഗരസഭാ സെക്രട്ടറി രാജേഷ്, ബസ് തൊഴിലാളികൾ, ബസ് ഉടമകൾ, മോട്ടോർ വാഹന വകുപ്പ്, ഷൊർണൂർ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ യുവർ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.